ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ റിലേഷൻ, ഈ സീറോസും കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ടി സ്ക്വയർ മൈനസ് 9 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ടി സ്ക്വയർ മൈനസ് 9 ടിയിലുള്ള പോളിനോമിയലാണ്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ പി ഓഫ് എക്സ് എന്ന് എഴുതാൻ പാടില്ല, പി ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 9 അങ്ങനെ എഴുതണം. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് ടേംസേ ഉള്ളൂ. ടി സ്ക്വയറിൻ്റെ ടേം അടുത്ത് വരേണ്ട ടിയുടെ ടേമാണ് അവിടെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പോൾ ടി സ്ക്വയർ പ്ലസ് 0t എന്ന് എഴുതിയതിന് ശേഷം -9 മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഇനി എയും ബിയും സിയും ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. എ എന്ന് പറയുന്നത് ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ്, എ ഈക്വൽ ടു ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1. അടുത്ത് ബി ഈക്വൽ ടു ടിയുടെ കോഎഫിഷ്യന്റ് 0 ആൻഡ് സി ഈക്വൽസ് -9. ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം, ടിയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് അല്ല, ടിയുടെ വാല്യൂസ്. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു 0 അത് ചെയ്തിട്ട് ആ പി ഓഫ് ടി എന്താണോ അത് അവിടെ എഴുതണം. ടി സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ടി കണ്ടുപിടിക്കണം. ഇത് എളുപ്പമാണ്. ഇവിടെ ക്വാഡ്രാറ്റിക് ഫോമിലെയോ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡോ യൂസ് ചെയ്യേണ്ട. രണ്ട് ടൈംസേ ഉള്ളുവെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇതാ ആദ്യം ഈ -9 റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്ന് ടി ഈക്വൽ ടു എന്താണ്? √9. ഈ √9ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് ഉണ്ട്, +or-3. കാരണം 3യുടെ സ്ക്വയറും 9 തന്നെയാണ്, -3യുടെ സ്ക്വയറും 9 തന്നെയാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 3യും വരാം -3യും വരാം. അതുകൊണ്ടാണ് അത് +or-3 ആയത്. അപ്പോൾ ഈ ടിയുടെ വാല്യൂസ്, അതിനെ തന്നെയാണ് സീറോസ് എന്നും പറയുന്നത്. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു +3, അതായത് 3, ആൻഡ് ബീറ്റ ഈക്വൽ ടു അടുത്ത 0 ഏതാണത്? -3 ആണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് ടിയുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. ടി ഈക്വൽ ടു 3 എന്നും -3 എന്നും കിട്ടി. അത് രണ്ടുമാണ് ആൽഫ എന്നും ബീറ്റ എന്നും എടുത്തതാണ് ഇതിൻ്റെ സീറോസ്. അപ്പോൾ സീറോസ് കിട്ടി. ഇനി വെരിഫിക്കേഷൻ. അപ്പോൾ വെരിഫിക്കേഷനിൽ നമ്മൾ നേരത്തെ ചെയ്തത് അറിയാമല്ലോ. ആദ്യം സം ഓഫ് സീറോസ് അല്ലേ? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. അതാണ് ആ റിലേഷൻ. ഇതിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് ലെഫ്റ്റ് സൈഡ് കൊടുക്കണം. ആൽഫയുടെ വാല്യൂ 3 ആണ്, പ്ലസ് ബീറ്റയുടെ വാല്യൂ -3 ആണ്, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -b/a, -0 ഡിവൈഡഡ് ബൈ 1. അപ്പം മൈനസ് സാധാരണ 0 കൊടുക്കുന്നിടത്ത് കൊടുക്കാറില്ല, എങ്കിലും അവിടെ ഇട്ടു ഡിവൈഡഡ് ബൈ 1. 0 ഡിവൈഡ് ബൈ എനി നമ്പർ 0 തന്നെയാണ്. 3 - 3 അതും 0 തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡും 0, റൈറ്റ് സൈഡും 0. അത് ഒരെണ്ണം വെരിഫൈഡ് ആയി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഉണ്ടല്ലേ? പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്ന ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു c/a ആയിരിക്കണം. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ മീൻസ് ആൽഫയുടെ വാല്യൂ 3 ആണ്, ഇൻറ്റു ബീറ്റയുടെ വാല്യൂവും -3 ആണ്, ഈക്വൽ ടു c ഡിവൈഡഡ് ബൈ a. സിയുടെ വാല്യൂ -9 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് 1 ആണ്. 3 × 3 9 ആണ്. ഈ മൈനസ് കൂടെ ചേർന്ന് -9 ഈക്വൽ ടു റൈറ്റ് സൈഡിലും എന്താണ്? -9 തന്നെയാണ്. ഇപ്പോൾ രണ്ടിലും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആയല്ലോ. പ്രോഡക്റ്റ് ഓഫ് സീറോസും ആയി, സം ഓഫ് സീറോസും ആയി. എങ്കിൽ ഇതെല്ലാം വെരിഫൈഡ് ആയി കഴിഞ്ഞെങ്കിൽ ലാസ്റ്റിൽ ഹെൻസ് വെരിഫൈഡ് എന്നുകൂടെ എഴുതി കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² - 15 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇതും പതിവ് പോലെ സൊല്യൂഷൻ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണല്ലോ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതുന്നു, x² - 15. ഇവിടെയും രണ്ട് ടൈംസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ ഇവിടെ എക്സിൻ്റെ ടേമാണ് ഇല്ലാത്തത്. അതുകൊണ്ട് ഈ x² എഴുതിയിട്ട് +0x എന്ന് എഴുതി -15. അപ്പോൾ x²ൻ്റെ ടൈം, എക്സിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് അങ്ങനെ എഴുതി. ഇനി ഇവിടെ ഹിയർ a ഈക്വൽ ടു x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1, b ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആൻഡ് c ഈക്വൽസ് -15. അത്രയും ഓക്കെ ആണല്ലോ. ഇനി ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. 0ക്ക് ഇക്വേറ്റ് ചെയ്താലേ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് x² - 15 ആണ് ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ -15 റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ x² ഈക്വൽ ടു 15 എന്ന് കിട്ടും. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √15 എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. √15 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്ക്വയർ അല്ല. നേരത്തെ ചെയ്തതിനകത്ത് √9 അത് കംപ്ലീറ്റ് സ്ക്വയർ ആയിരുന്നു. അതുകൊണ്ട് 3 എന്ന് എഴുതാൻ പറ്റി. അതുകൊണ്ട് അവിടെ +or-3 കൊടുത്തു.
അപ്പോൾ ഇവിടെ ഈ √15 എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് അത് എഴുതുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് കൊടുത്തിട്ടാണ് √15 എന്ന് എഴുതേണ്ടത്. അതായത് എക്സിൻ്റെ വാല്യൂസ് √15 ആവാം, എക്സ് ഈക്വൽ ടു മൈനസ് √15 ആവാം. അത് രണ്ടുമാണ്. കാരണം √15 അതിൻ്റെ സ്ക്വയർ എടുത്താലും 15 തന്നെയാണല്ലേ. അതുപോലെ മൈനസ് √15 അതിൻ്റെ സ്ക്വയർ എടുത്താലും 15 തന്നെയാണ്. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് √15 എന്ന് എഴുതിയത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂസ് കിട്ടിയാൽ അതാണ് ഈ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൊല്യൂഷൻ. പോളിനോമിയലിനെ സംബന്ധിച്ചിടത്തോളം അത് സീറോസ് ആണ്. അപ്പോൾ ആ സീറോസിനെയാണ് ആൽഫ എന്നും ബീറ്റ എന്നും കൊടുക്കേണ്ടത്. ആൽഫ ഈക്വൽ ടു √15 ആൻഡ് ബീറ്റ ഈക്വൽ ടു എക്സിന് കിട്ടിയ അടുത്ത വാല്യൂ ആയ മൈനസ് √15. നെക്സ്റ്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ അതുപോലെ തന്നെയാണ് ആദ്യം വെരിഫൈ ചെയ്യേണ്ടത്. ഏതാണ്? സം ഓഫ് സീറോസ്. അപ്പോൾ ആദ്യം സം ഓഫ് സീറോസ്, അത് അറിയാമല്ലോ ആ റിലേഷൻ, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ഈ √15 മൈനസ് √15 കൊടുക്കണം. അപ്പോൾ √15 പ്ലസ് മൈനസ് √15 ഈക്വൽ ടു മൈനസ് ബി. ബിയുടെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പോൾ 0 വന്നതുകൊണ്ട് അവിടെ നെഗറ്റീവ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 0 ഡിവൈഡ് ബൈ എനി നമ്പർ 0. ഇവിടെ √15 മൈനസ് √15 ആവും. അപ്പോൾ അത് 0 ആണ് അല്ലേ. ലെഫ്റ്റ് സൈഡും 0 ആണ്, റൈറ്റ് സൈഡും 0 അതിന് കിട്ടി. അപ്പോൾ ഒരെണ്ണം വെരിഫൈഡ് ആയി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് അത് ആൽഫ ഇൻറ്റു ബീറ്റയാണ് സി ബൈ എക്ക് ഈക്വൽ ആയിരിക്കണമെന്നാണ്. അതാണ് റിലേഷൻ. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ മീൻസ് ആൽഫയ്ക്ക് പകരം √15 ഇൻറ്റു ബീറ്റയ്ക്ക് പകരം മൈനസ് √15. ഓക്കെ, ഈക്വൽ ടു സി. സിയുടെ വാല്യൂ മൈനസ് 15 ആണ്. ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 1 ആണ്. ഇനി നമുക്കറിയാം √a ഇൻറ്റു √a എത്രയാണ്? എ അല്ലേ. അപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ √15 ഇൻറ്റു √15 15 ആണ്. പിന്നെ ഇതിന് മൈനസ്, ഇതിന് പ്ലസ്, അപ്പം മൈനസ് വരും അല്ലേ. മൈനസ് 15 ഈക്വൽ ടു മൈനസ് 15 ഡിവൈഡ് ബൈ 1, അതും മൈനസ് 15 തന്നെയാണ്. അപ്പോൾ ഇതും വെരിഫൈഡ് ആയി. അപ്പോൾ രണ്ടും വെരിഫിക്കേഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് എഴുതി കൺക്ലൂഡ് ചെയ്യേണ്ടത് ഹെൻസ് വെരിഫൈഡ് എന്നാണ്. ഓക്കെ അല്ലേ. ഇതൊക്കെ ഈസിയാണല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയല്ലോ, മനസ്സിലായി കാണും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 4u² മൈനസ് 8u ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. ഇപ്പോൾ ഈ പോളിനോമിയൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിലും 2 ടൈംസേ ഉള്ളൂ. അതൊന്ന്. രണ്ടാമത് അതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്ന u ആണ്. അതുകൊണ്ട് പി ഓഫ് യു ഈക്വൽ ടു എന്നാണ് ഈ പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പി ഓഫ് യു ഈക്വൽ ടു 4u² മൈനസ് 8u. ഇതും 2 ടൈംസേ ഉള്ളൂ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ u² ടേം ഉണ്ട്, യുവിൻ്റെ ടേം ഉണ്ട്. ഇനി കോൺസ്റ്റൻ്റ് ആണ് ഇല്ലാത്തത്, അതിനെ +0 എന്ന് കൊടുക്കണം. ഇവിടെ നിന്ന് എയും ബിയും സിയും നമുക്ക് എഴുതാൻ അറിയാമല്ലോ. എ ഈക്വൽ ടു u² കോഎഫിഷ്യൻ്റായ 4, ബി ഈക്വൽസ് യുവിൻ്റെ കോഎഫിഷ്യൻ്റായ -8 ആൻഡ് സി ഈക്വൽസ് 0. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ പോളിനോമിയലിൽ നിന്ന് ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് പി ഓഫ് യു ഈക്വൽ ടു 0 ഇംപ്ലൈസ് പി ഓഫ് യുവിന് പകരമുള്ളത് 4u² മൈനസ് 8u ആണ്, ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോയതിന് ശേഷം സ്ക്വയർ റൂട്ട് എടുത്ത് ചെയ്തു. പക്ഷേ ഇതങ്ങനെയല്ല, രണ്ടിലും യു ഉണ്ട്, വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ 2 ടേംസിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒന്നല്ല, 2 കോമൺ ഫാക്ടേഴ്സ്. ഇവിടെ 4 രണ്ടിലും ഉണ്ട്, യുവും രണ്ടിലും ഉണ്ട് അല്ലേ, 2 ടേംസിലും ഉണ്ട്. അപ്പോൾ ആ 4u അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ളത് ബ്രാക്കറ്റിനകത്ത് എഴുതണം. ഇവിടെ ബാക്കിയുള്ളത് എന്താ? 4 എടുത്തു, ഒരു യു എടുത്തു, അപ്പോൾ ഒരു യു അല്ലേ, മൈനസ് ഇവിടെ നിന്നും 8ൽ നിന്ന് 4 എടുത്താൽ 2 ആണ്, പിന്നെ യുവും കൊണ്ടുപോയി, അപ്പോൾ ഈക്വൽ ടു 0. ഇത്രയും കിട്ടി. ഇപ്പോൾ 2 ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡിൽ ചെയ്യുമ്പോൾ 2 ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഓരോന്നിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യില്ലേ. അതുപോലെ 4u ഈക്വൽ ടു 0 എന്നും u മൈനസ് 2 ഈക്വൽ ടു 0 എന്നും ഇതിനെ എഴുതാം. ഇതിൽ നിന്ന് യുവിൻ്റെ വാല്യൂ 0 ഡിവൈഡഡ് ബൈ 4 എന്ന് ഒരെണ്ണം കിട്ടും. ആ 0 ഡിവൈഡഡ് ബൈ 4, 0 ഡിവൈഡ് ബൈ എനി നമ്പർ 0 ആണ്. അതുപോലെ ഇവിടെ നിന്ന് യുടെ വാല്യൂ എന്താണ്? 2 എന്നും കിട്ടും. അപ്പോൾ യു 2 വാല്യൂസ് കിട്ടി, 0യും 2ഉം. ഈ 2 വാല്യൂസുമാണ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? ആൽഫ എന്നും ബീറ്റ എന്നും അല്ലേ. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽസ് 2. യെസ്, ബീറ്റ ഈക്വൽ ടു 2. 2 സീറോസ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷനാണ്. അപ്പോൾ വെരിഫിക്കേഷനിൽ ആദ്യം സം ഓഫ് സീറോസ് ആണ് ചെയ്യേണ്ടത്. സം ഓഫ് സീറോസ് അത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ് അല്ലേ. ഇതാണ് ആ റിലേഷൻ. അപ്പോൾ ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ആ വാല്യൂസ് അവിടെ കൊടുക്കാം. ആൽഫയ്ക്ക് പകരം 0, ബീറ്റയ്ക്ക് പകരം 2 ഈക്വൽ ടു മൈനസ് ബി. ബിയുടെ വാല്യൂ ഇവിടെ -8 ആണ്. അപ്പോൾ -8 ഡിവൈഡ് ബൈ എ. എക്ക് പകരം എന്ത് കൊടുക്കണം?
4ഉം കൊടുക്കണം. അപ്പോൾ ഈ 4ഉം 8ഉം കട്ട് ചെയ്തിട്ട് 2 എന്ന് കിട്ടും. മൈനസും കൂടെ പ്ലസ് ആവുകയും ചെയ്യും. ഇവിടെ 0 + 2 2 തന്നെയാണ്, റൈറ്റ് സൈഡും 2 തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം വെരിഫൈഡ് ആയി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസിൽ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു C/A, ഇതാണ് ആ റിലേഷൻ അല്ലേ. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫയ്ക്ക് പകരം 0 കൊടുക്കുന്നു, ബീറ്റയ്ക്ക് പകരം 2 കൊടുക്കുന്നു, ഈക്വൽ ടു C. സിയുടെ വാല്യൂ 0 ആണ്. 0 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 4 ആണ്. 0 ഇൻറ്റു 2, 0 ഇൻറ്റു എനി നമ്പർ 0. റൈറ്റ് സൈഡിൽ 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ, അതും 0 തന്നെയാണ്. അപ്പോൾ അത് വെരിഫൈഡ് ആയി. സമ്മും പ്രോഡക്റ്റും വെരിഫൈഡ് ആയി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സാധാരണ എഴുതുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഹെൻസ് വെരിഫൈഡ് എന്നെഴുതി അത് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇതിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉണ്ട്, അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.